കോട്ടപ്പടി പഞ്ചായത്തിലെ വെറ്റിലപ്പാറ മേഖലയിൽ കാട്ടാനയുടെ ആക്രമണം അതിരൂക്ഷമായി തുടരുന്നു. സ്വകാര്യ വ്യക്തിയുടെ വളർത്തുപോത്തിനെ ആന ആക്രമിച്ച് കൊലപ്പെടുത്തി. വീടുകൾക്കുള്ളിൽ പോലും ആളുകൾ ഭയന്നു വിറച്ചാണ് കഴിയുന്നത്. ശനിയാഴ്ച പുലർച്ചെയാണ് കോട്ടപ്പടി വെറ്റിലപ്പാറ പ്രദേശത്ത് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. പ്രദേശവാസിയായ ബെന്നി വർഗീസിന്റെ റബ്ബർ തോട്ടത്തിൽ കെട്ടിയിരുന്ന പോത്തിനെ കാട്ടാനകൾ ചവിട്ടിക്കൊല്ലുകയായിരുന്നു. 3 പോത്തുകളാണ് ഉണ്ടായിരുന്നത്. 2 എണ്ണം രക്ഷപ്പെട്ടു. ഞങ്ങൾ കുറെ കാലങ്ങളായിട്ട് അനുഭവിക്കുന്ന ദുരിതമാണ് സാറേ. ഞങ്ങൾക്ക് മുറ്റത്തിറങ്ങാൻ പോലും പേടിയാ. എന്നും തന്നെ ഓരോ ആൾക്കാരെ തട്ടിയിടുക, അതല്ലെങ്കിൽ മൃഗങ്ങളെ ആക്രമിക്കുക, ഇതൊക്കെ എന്നും പതിവാ. ഞങ്ങളിവിടെ പരിസരത്തുള്ളവരൊക്കെ പേടിച്ച് വിറച്ച കഴിഞ്ഞേ. രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങണില്ല. ബെന്നിച്ചേട്ടൻ തന്നെ പുള്ളിയുടെ ഉപജീവന മാർഗമാണ് പോത്തുകള്. അതിങ്ങനെ ഓരോന്നിനെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഞങ്ങള് ആഗ്രഹിക്കുന്ന ഇതിന്റെ തടസ്സം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെൻസിങ്ങിനേക്കാളും നല്ലത് ഭൂമിയിലേക്ക് ഇറങ്ങണ, ജനവാസയോഗ്യമായ സ്ഥലത്തേക്ക് ഇറങ്ങണ മൃഗങ്ങളെ അവിടെ വെച്ച് ഷൂട്ട് ചെയ്ത് അവസാനിപ്പിക്കുക. അങ്ങനെ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കോട്ടപ്പടി, പിണ്ടിമന പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ ഇവിടെ വന്യമൃഗശല്യം രൂക്ഷമാണ്. രാത്രിയും പകലും ഒരുപോലെ ഭയന്ന് വിറച്ചാണ് ഇവിടത്തുകാർ വീടുകളിൽ പോലും കഴിയുന്നത്. ഫെൻസിംഗ് ഫലപ്രദമല്ലാത്തതാണ് മൃഗങ്ങളുടെ ആക്രമണത്തിന് കാരണം. ഇക്കാര്യത്തിൽ അടിയന്തരമായ പരിഹാരം വേണമെന്നാണ് ഉയരുന്ന ആവശ്യം. നാട്ടിലിറങ്ങുന്ന മൃഗങ്ങളെ തുരത്താൻ നടപടി വേണമെന്നും പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് KP ജോർജ് ആവശ്യപ്പെട്ടു. കോട്ടപ്പടി പഞ്ചായത്തുകളിൽ വന്യമൃഗശല്യം രൂക്ഷമായിട്ട് ഞങ്ങൾ കാട്ടാന, കാട്ടുപന്നിയുടെ ശല്യം മൂലം ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞങ്ങളൊരു രാത്രി ഒരു 9 മണി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് മുത്തംകുഴിയിൽ നിന്ന് വെറ്റിലപ്പാറ ഭാഗത്തേക്ക് പോരാൻ വയ്യാത്ത സാഹചര്യം പേടിച്ചിട്ട് ഇന്നിപ്പോൾ ഈ രാത്രിയിൽ ഈ ആന പോത്തിന്റെ ഉടമസ്ഥന്റെ ചേട്ടനെ ഇന്നലെ രാത്രി ആന പോന്ന വഴി ഓടിച്ചു എന്നാണ് കേട്ടത്. പുള്ളി ഇപ്പം സ്ഥലത്തില്ല. അപ്പം ഒരു ബൈക്ക് യാത്ര അല്ലെങ്കിൽ ഒരു ചെറിയ വാഹനത്തെ പോരാൻ വയ്യാത്ത അവസ്ഥയാണ് ഈ നാട്ടിൽ. അത് നമ്മളിതെല്ലാം ബന്ധപ്പെട്ട ഫോറസ്റ്റുകാരെ സമയാസമയങ്ങളിൽ അറിയിക്കുന്നുണ്ട്. അവര് ഫെൻസിങ്ങിന്റെ പണി ഉടനെ ചെയ്യാം എന്നും പറഞ്ഞ് ഇപ്പൊ ആദ്യമായിട്ടതെല്ലാം കളഞ്ഞു. ആദ്യമായിട്ട് ഫെൻസിങ് കളഞ്ഞു. ഇപ്പൊ രണ്ടാമത് അത് പുനഃസ്ഥാപിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഫോറസ്റ്റുകാരും അത് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ഇതിനൊരു ശാശ്വതമായ പരിഹാരം എന്ന് പറഞ്ഞാൽ ഫെൻസിങ് കൊണ്ട് തന്നെ നിൽക്കില്ല. ഇപ്പൊ റെയിൽ ഫെൻസിങ് എന്ന് പറഞ്ഞൊരു ആശയം ഞാൻ റേഞ്ചറോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് സ്ഥാപിക്കണം. പിന്നെ ജില്ലാ പഞ്ചായത്തിലൊക്കെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ റെയിൽ ഫെൻസിങ് സ്ഥാപിച്ചാൽ അതിന് ഇതൊരു ശാശ്വത പരിഹാരം ആവൂ എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിന് ഈ രീതിയിൽ മുന്നോട്ട് പോയി ഞങ്ങൾക്ക് ജനപ്രതിനിധികൾക്കാണ് ഇപ്പൊ പുറത്തിറങ്ങാൻ മേലാത്ത സാഹചര്യം വന്നേക്കുന്നത്. മീഡിയ 60 കോതമംഗലം.